ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വെർച്വലൈസേഷൻ, കൺകറൻസി ആൻഡ് പെർസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ടോപ്പിക് കണ്ട് അന്ന് കവർ ചെയ്തിരുന്നല്ലേ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ്. നമ്മൾ ഒരു 9 പോയിന്റ് അതിൻ്റെ അകത്ത് വരുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് പ്രോസസ് കൺസെപ്റ്റുകളൊക്കെയാണ്. അപ്പൊ ആദ്യമേ നമ്മൾ ഫസ്റ്റ് രണ്ട് മോഡ് ഉണ്ട്. അങ്ങനത്തെ മോഡും കാര്യങ്ങളൊക്കെ, കേണൽ എന്താണ്, ഷെൽ എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അതായത് കേണൽ, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസും നമുക്ക് യൂസറുമായിട്ട് ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്ക് ആക്ച്വലി 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് 2 പാർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ 2 പാർട്ടാണ് കേണലും ഷെല്ലും എന്ന് നമ്മൾ പറയാം. ഓക്കെ, കേണൽ ആൻഡ് ഷെല്ല്. ഈ കൺസെപ്റ്റ് വരുന്നത് നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തല്ല, മറിച്ച് ഉബുണ്ടു, ലിനക്സ് അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെയാണ് നമുക്ക് കേണൽ, ഷെല്ല് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരാം. അതായത് ഒരു ഓയിസിനെ നമുക്ക് കേണൽ, ഷെൽ എന്ന് 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓയിസിന്റെ ഇന്നർ പാർട്ട് അല്ലെങ്കിൽ മെയിൻ പാർട്ട് അല്ലെങ്കിൽ കോർ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേണൽ എന്നാണ് പറയുക, കേണൽ. ഓക്കെ, ദെൻ യൂസർ ഇന്റർഫേസ് വരുന്ന പോർഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ യുണിക്സിന്റെയും ലിനക്സിന്റെ ഒക്കെ കമാൻഡ്സ് ഒക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മൾ എവിടെയാണ്, ടെർമിനലിലാണ് നമ്മൾ കമാൻഡ്സ് ഒക്കെ കൊടുക്കുക. ഓക്കെ, ഈ ടെർമിനൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഷെല്ലാണ്. ഓക്കെ, അതായത് നമ്മൾ കുറച്ച് കമാൻഡ്സ് നമ്മൾ ഷെല്ലിൽ കൊടുക്കുന്നു. അതായത് യൂസറിന് നമുക്ക് ഇന്റർഫേസ് വരുന്ന പോർഷനാണ് ഷെൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഷെല്ലിൽ കുറച്ച് കമാൻഡ്സ് കൊടുക്കും. ഈ ഷെല്ലിൽ കൊടുക്കുന്ന കമാൻഡ്സ് എവിടെ പോയി റൺ ചെയ്യണം, കേണലിലാണ്. ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം കേണലിലാണ്. അപ്പൊ കേണലിൽ പോയി എന്താണ് അത് പറഞ്ഞിരിക്കുന്ന എല്ലാം വർക്ക് ചെയ്തിട്ട് തിരിച്ചെന്താ നമുക്ക് റിസൾട്ട് നമ്മുടെ ഷെല്ലിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾക്ക് യൂസറിന് എന്താ പറയാ ഇന്റർഫേസ് വരുന്ന പോർഷൻ ഷെൽ എന്ന് പറയും. കേണൽ എന്ന് പറയുന്നതാണ് കോർ പാർട്ട് എന്ന് പറയാ. അവിടെയാണ് എല്ലാം എന്താ പറയാ മെയിൻ ആയിട്ടുള്ള സിസ്റ്റം കോൾസും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം എവിടെയായിരിക്കും, കേണലിലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറയാ കേണലിനെ എന്തെന്നാ പറയാ, കോർ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയാ. ഇനി ഈ കേണലിന് നമ്മൾ സൂപ്പർവൈസർ എന്ന് കൂടെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 മോഡ് ഉണ്ട്, കേണൽ മോഡും ഉണ്ട്, യൂസർ മോഡും ഉണ്ട്. ഓയിസ് 2 മോഡിൽ വർക്ക് ചെയ്യും. കേണൽ മോഡിലും വർക്ക് ചെയ്യും, യൂസർ മോഡിലും വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു സി പ്രോഗ്രാമോ C++ന്റെ പ്രോഗ്രാമോ ഒക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, യൂസറിന്റെ പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് യൂസർ മോഡിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, സപ്പോസ് എന്തെങ്കിലും ഒരു സിസ്റ്റം കോള് വല്ലതും വന്നു കഴിഞ്ഞാൽ, സിസ്റ്റം കോൾ എന്താന്ന് പറയാം, സിസ്റ്റം കോള് അങ്ങനെ ഇന്ററപ്റ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂസർ മോഡിലാണല്ലോ. ആ യൂസർ മോഡിൽ നിന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വിച്ച് ചെയ്തിട്ട് കേണൽ മോഡിൽ പോയിട്ടാണ് സിസ്റ്റം കോൾ വർക്ക് ചെയ്യുക. സിസ്റ്റം കോളിന്റെ വർക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് എങ്ങോട്ട് വരും, യൂസർ മോഡിനകത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ ഈ കേണൽ മോഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, അതായത് അൺഓതറൈസ്ഡ് ആയിട്ട് ആരും കയറി അതിന്റെ റിസോഴ്സസിന് ഒന്നും ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. ഇപ്പൊ യൂസറിന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ അത് യൂസർ മോഡിൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, കേണൽ മോഡിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസേഴ്സിന് അവിടെ പ്രിവിലേജസ് ഇല്ല. ഓക്കെ, യൂസറിന് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. യൂസർ ഒരു സിസ്റ്റം കോൾ വരുമ്പോഴാണ് യൂസറിന്റെ പ്രോഗ്രാം ഇങ്ങോട്ട് സ്വിച്ച് ആകുന്നത്, കേണലിലോട്ട് പോയി സ്വിച്ച് ചെയ്ത് കേണലിൽ പോയി ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്തിട്ട് തിരിച്ച് റിസൾട്ട് വരിക. അപ്പം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു അബ്സ്ട്രാക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം, കേണലും ഷെല്ലും. ഷെല്ലിലാണ് നമ്മൾ കൊടുക്കുക, കമാൻഡ്സ് എല്ലാം കൊടുക്കുക. അത് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഉള്ളില് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം കോറിലാണ്, കേണലിലാണ്. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് തിരിച്ച് നമുക്ക് കിട്ടുന്നത് ഷെല്ലിൽ തന്നെയാണ്. ഓക്കെ, അപ്പം കേണൽ എന്ന് പറയുന്നത് സൂപ്പർവൈസറി മോഡിലാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കേണൽ മോഡ് എന്ന് നമ്മൾ പറയും. യൂസറിന്റെ പ്രോഗ്രാംസ് എല്ലാം റൺ ചെയ്യുന്ന മോഡ് യൂസർ മോഡായിരിക്കും. യൂസർ മോഡിൽ നോർമൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും വർക്ക് ചെയ്യും. സിസ്റ്റം കോൾസ് വർക്ക് ചെയ്യണമെങ്കിൽ അത് കേണൽ മോഡിലായിരിക്കണം. അപ്പം എന്താണ് സിസ്റ്റം കോള്? ഓക്കെ, സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസറിന്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സിസ്റ്റം കോൾ വന്നാൽ, ഞാൻ പറഞ്ഞു ഒരു സിസ്റ്റം കോൾ വന്നു കഴിഞ്ഞാൽ യൂസർ മോഡിൽ നിന്നും അത് സ്വിച്ച് ചെയ്ത് കേണൽ മോഡിൽ പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ഒരു പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം, അല്ലെ അതിനെയാണ് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സിസ്റ്റം കോൾ എന്ന് പറയാം. അതെല്ലാം വർക്ക് ചെയ്യുന്നത് കേണലിലായിരിക്കും. ഓക്കെ, യൂസർ മോഡില് പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് സിസ്റ്റം കോൾസ് ഒന്നും വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്താലുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസറിന് ഈ റിസോഴ്സസിനെയൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റും. അത് അലൗ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം കോൾ വഴി എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റം കോൾ വന്നു കഴിയുമ്പോൾ യൂസർ മോഡിൽ നിന്ന് കേണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യും, കേണൽ മോഡിൽ പോയി വർക്ക് ചെയ്യും. ഓക്കെ, എല്ലാ സിസ്റ്റം കോൾസും വർക്ക് ചെയ്യുന്നത് കേണലിലാണ്, ഷെല്ലിൽ വർക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ യൂസർ മോഡിൽ വർക്ക് ചെയ്യില്ല. അപ്പം അത്രയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ കേണലിന്റെ 2-3 കമ്പോണൻസ് പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കാം. കേണൽ ഈസ് ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് പ്രൊവൈഡ്സ് കോർ സർവീസസ്, മാനേജസ് ഹാർഡ്വെയർ ആൻഡ് അലോക്കേറ്റ് സിസ്റ്റം റിസോഴ്സസ്. ഈ കേണൽ എന്ന് പറയുന്ന ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണല്ലോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോർ പാർട്ടിനെയാണ് നമ്മൾ കേണൽ എന്ന് പറയാം. അപ്പം OSന്റെ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ആർക്കും ചെയ്യും, കേണലിനും ചെയ്യാം. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ മെയിൻ ആയിട്ട് 2-3 പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറയാറുണ്ട്, കൺട്രോൾ പ്രോഗ്രാം എന്നും പറയാറുണ്ട്. ഓക്കെ, റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറയാറുണ്ട്, കൺട്രോൾ പ്രോഗ്രാം എന്നും പറയാറുണ്ട്. എന്തിനെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേറെ 2 പേരുകളാണ് എന്തെന്ന് പറയുന്നത്, റിസോഴ്സ് അലോക്കേറ്ററും കൺട്രോൾ മാനേജറും. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സിസ്റ്റം റിസോഴ്സസിനെ എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ റിസോഴ്സ് അലോക്കേറ്റർ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുക. അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ ഹാർഡ്വെയർ ഡിവൈസസിനെയും എല്ലാ പ്രോഗ്രാംസിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് ആര്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുകൊണ്ട് അതിനെ കൺട്രോൾ മാനേജർ എന്ന് നമ്മൾ പറയാറുണ്ട്. OSനെ കൺട്രോൾ മാനേജർ എന്നും പറയാറുണ്ട്. അതാണ് കേട്ടോ ഇവിടെ 2ാമത്തെ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് കോർ സർവീസസ്, മാനേജസ് ഹാർഡ്വെയർ ആൻഡ് അലോക്കേറ്റ് സിസ്റ്റം റിസോഴ്സസ്. ഓക്കെ, ഓൾസോ കോൾഡ് സൂപ്പർവൈസർ. കേണലിനെയാണ് നമ്മൾ സൂപ്പർവൈസർ, അതുകൊണ്ട് തന്നെ കേണൽ മോഡിനെ സൂപ്പർവൈസറി മോഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഓർ ഇന്റേണൽ പാർട്ട് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി ഈ 4 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കേണലിന്റെ മെയിൻ ആയിട്ടുള്ള 4 കമ്പോണൻസുകൾ. ഓക്കെ, ഒരു കേണലിനകത്ത് മെയിൻ ആയിട്ട് 4 കമ്പോണൻസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ സിസ്റ്റം കോളൊക്കെ വരുമ്പോഴാണ് ഇങ്ങോട്ട് പോവുക, കേണലിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇന്ററപ്റ്റ് ഹാൻഡ്ലർ, ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ററപ്റ്റിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? കേണലാണ്. അതായത് ഈ കേണൽ മോഡിലാണ് ഇന്ററപ്റ്റ്സ് വർക്ക് ചെയ്യുക. കേണൽ മോഡിലാണ് ഇന്ററപ്റ്റ്സ് വർക്ക് ചെയ്യുന്നത്. ദെൻ 2ാമത്തെ കമ്പോണന്റ് ആണ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ഷെഡ്യൂളർ എന്ന് പറയുന്നത് ആക്ച്വലി സെലക്ട് ചെയ്യുന്ന ആളാണ്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു മെയിൻ ഫംഗ്ഷനാലിറ്റി ആണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. OSന്റെ ഒരു മെയിൻ ഫംഗ്ഷനാലിറ്റി ആണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രോസസ്സ് ഉണ്ടാവും നമ്മുടെ സിസ്റ്റത്തിനകത്ത്. അതിൻ്റെ അകത്തുനിന്ന് ഏത് പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് CPE എക്സിക്യൂഷൻ നടത്തണം എന്ന് തീരുമാനിക്കുന്ന കമ്പോണന്റ് ആണ് ഷെഡ്യൂളർ. എന്താണ്? കുറെ പ്രോസസ്സ് റെഡി ആയിട്ടുണ്ടാവും, എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഈ റെഡി ആയിട്ടിരിക്കുന്ന പ്രോസസ്സിൽ നിന്നും ഏതിനെയാണ് CPU എടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻ ഷെഡ്യൂളർ ആണ് എടുക്കുക. ഓക്കെ, അതാണ് ഷെഡ്യൂളർ എന്ന് പറയുന്ന കമ്പോണന്റ്. ദെൻ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഒരു പ്രോസസ്സിനെ എക്സിക്യൂഷൻ നടത്തണമെങ്കിൽ എന്തായാലും നമുക്ക് മെമ്മറി വേണം. ഓക്കെ, അപ്പൊ ആ മെമ്മറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, പേജിങ്ങും സെഗ്മെന്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ കമ്പോണന്റ് ആണ് എന്തെന്ന് പറയുന്നത്, മെമ്മറി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന കമ്പോണന്റ്. ദെൻ ലാസ്റ്റത്തെ കമ്പോണന്റ് പറയുന്നത് സിസ്റ്റം സർവീസസ് ആണ്. അതായത് ഈ കേണൽ ആണ് എന്ത് ചെയ്യുന്നത്, റിസോഴ്സസുകൾ തമ്മിൽ അല്ലെങ്കിൽ പ്രോസസ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് OS ആണ്. ഓക്കെ, എന്താണ്? പ്രോസസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, അതാണ് IPC എന്ന് പറയുന്നത്. അങ്ങനെ പ്രോസസ്സുകൾ തമ്മിൽ എവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിലും അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സർവീസസ് ഉണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതാണ് ഈ കേണലിന്റെ കമ്പോണൻസിനകത്ത് സിസ്റ്റം സർവീസസ് വരാനുള്ള കാരണം. അപ്പം കേണലിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്ന OSന്റെ തന്നെ ഫംഗ്ഷനാലിറ്റി ആണ്. ഇവിടെ 4 കമ്പോണൻസ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇന്ററപ്റ്റ് ഹാൻഡ്ലേഴ്സ്, ഷെഡ്യൂളേഴ്സ്, മെമ്മറി മാനേജ്മെന്റ് മൊഡ്യൂള്, സിസ്റ്റം സർവീസസ്, ഇത് 4ഉമാണ് കേണലിന്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നത്.
പിന്നെ നമ്മൾ പറഞ്ഞത് കേണൽ സ്പേസും ഉണ്ട്, യൂസർ സ്പേസും ഉണ്ട്. കേണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം കോൾസ് വർക്ക് ചെയ്യുന്നത് കേണൽ സ്പേസിലും യൂസറിന്റെ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത് യൂസർ സ്പേസിലും ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കേണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ റൺസ് കേണൽ മോഡ് ഇൻ പ്രിവിലേജ്ഡ്, ഓക്കെ, ഹാസ് ഫുൾ ആക്സസ് ടു ഹാർഡ്വെയർ ആൻഡ് മെമ്മറി. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേണൽ മോഡിൽ കൊണ്ടുവന്ന് ഈ ഹാർഡ്വെയർ ഡിവൈസസിന്റെ ഒക്കെ ആക്സസ് വെച്ചിരിക്കുന്നത് കേട്ടോ. യൂസർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന മോഡാണ്. ദെൻ സിസ്റ്റം കോൾസ് എന്താന്ന് പറയുന്നുണ്ട്. സിസ്റ്റം കോൾസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഇന്ററാക്ട് വിത്ത് ദ കേണൽ വയ ദ സിസ്റ്റം കോൾ ഇന്റർഫേസ്. അതായത് കേണലുമായിട്ട് ഇന്ററാക്ഷൻ വരുന്ന കമാൻഡ്സ് ആണ് സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത്. കേണലുമായിട്ട് ഇന്ററാക്ഷൻ വരുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക, സിസ്റ്റം കോൾ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരിക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റം കോൾസ് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ. ദെൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് സിസ്റ്റം കോളിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. സിക്കകത്ത് നമ്മൾ പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് പ്രിന്റ് എഫ് എന്ന് പറയുന്നത്. ആക്ച്വലി പ്രിന്റ് എഫ് എന്താണ് ചെയ്യുക? പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റ് മെസ്സേജ് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് പ്രിന്റ് എഫ് എന്ന് പറയാം. പക്ഷെ ആക്ച്വലി ഈ പ്രിന്റ് എഫ് നമ്മുടെ യൂസറിന് നമ്മൾ പ്രോഗ്രാമിനകത്ത് നമ്മൾ പ്രിന്റ് എഫ് കൊടുക്കുന്നുണ്ട് അല്ലെ. ആക്ച്വലി ഇന്റേണലി പ്രിന്റ് എഫ് വർക്ക് ചെയ്യുന്നത് സിസ്റ്റം കോൾ വെച്ചിട്ടാണ്. ഓക്കെ, അതായത് റൈറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ടാണ്, റൈറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ ആണ്, ദാറ്റ് ഈസ് വർക്ക്ഡ് ഇൻ കേണൽ മോഡ്. കേണൽ മോഡിൽ വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് റൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്ന പ്രിന്റ് എഫ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്രിന്റ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ യൂസർ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കമാൻഡാണ്. ഓക്കെ, യൂസർ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കമാൻഡാണ് പ്രിന്റ് എഫ്. പക്ഷെ പ്രിന്റ് എഫ് ഇന്റേണലി വർക്ക് ചെയ്യണമെങ്കിൽ ഏത് കമാൻഡ് വേണം? റൈറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ട് കേണൽ മോഡിൽ വർക്ക് ചെയ്യും. അതാണ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് നമുക്ക് പറയാം, കേണൽ മോഡിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് പറയാം. ഈ സിസ്റ്റം കോൾസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ട്രാപ്പ് കേട്ടിട്ടുണ്ടാവോ? ഫോർക്ക് സിസ്റ്റം കോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഫോർക്ക് കുറച്ചു പേരൊക്കെ കേട്ടിട്ടുണ്ടാവണം. ഫോർക്ക് എന്നൊക്കെ പറയുന്ന സിസ്റ്റം കോൾ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സിസ്റ്റം കോൾസ് എല്ലാം നമ്മുടെ ഈ യൂണിക്സ് അല്ലെങ്കിൽ ലിനക്സ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഉണ്ട്, സിസ്റ്റം കോൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പ്രോസസ്സിലോട്ടാണ് പോവുക. പ്രോസസ് എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ടേബിളായിട്ട് വരേണ്ടതാണ്, ടേബിൾ ആക്കിയിട്ട് ചെയ്യാൻ പറയും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു പ്രോസസ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രോഗ്രാം ആൻഡ് എ പ്രോസസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി വരാം. ഓക്കെ, നമുക്കറിയാം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മളെല്ലാവരും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന എന്താ? ഇപ്പൊ സിയുടെ ഒരു പ്രോഗ്രാം, സം ഓഫ് ടു നമ്പേഴ്സിന്റെ ഒരു പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഓർമ്മയിലോട്ട് വരെ ഞാൻ സാധാരണ ചെയ്യുന്ന എന്തായിരിക്കും? ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജി എഡിറ്റ് എടുക്കും. ഓക്കെ, ജി എഡിറ്റ് എടുക്കും. ഞാൻ എന്ത് ചെയ്യും? എന്റെ പ്രോഗ്രാമിന്റെ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ അവിടെ എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? .c വെച്ചിട്ട് സേവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? കമ്പൈൽ ചെയ്യും. കമ്പൈൽ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക? അതിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് എന്താണ്? ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യും. ആ ഒബ്ജക്റ്റ് പ്രോഗ്രാമിന്റെ പേരാണ് a.out എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? ./ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് ഞാൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്ക് എന്താണ്? ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എനിക്ക് കിട്ടും. ഓക്കെ, അപ്പൊ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലോട്ട് വരുന്നത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഏതെങ്കിലും ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് ഞാൻ എന്തെന്ന് പറയാ? പ്രോഗ്രാം എന്ന് പറയാം. ഓക്കെ, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതെന്തായിരിക്കും? നമ്മൾ പ്രൈമറി മെമ്മറിയിലൊന്നും അല്ലല്ലോ, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിലെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് പറയുന്ന പേരാണ് എന്ത്? പ്രോഗ്രാം എന്ന് പറയാം. ഓക്കെ, പ്രോഗ്രാം. ഓക്കെ, അപ്പൊ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ സം ഓഫ് ടു നമ്പേഴ്സിന്റെ ഒരു പ്രോഗ്രാം സിയിൽ ഞാൻ എന്താണ് അതിനെ അവിടെ എങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഗ്രാം ആണ്.
ഓക്കെ, .c ആയിട്ട് സേവ് ചെയ്ത് വെച്ചാൽ അതെന്താണ്, പ്രോഗ്രാം ആണ്. പക്ഷെ ഞാൻ അതിനെ കമ്പൈൽ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, പ്രോസസ് ആയിട്ട് മാറും. ഓക്കെ, അതായത് ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിനെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം, കമ്പൈലേഷൻ ചെയ്യണം. കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ആണ്. അത് മെഷീൻ ഒരിക്കലും മനസ്സിലാവില്ല. മെഷീന് മനസ്സിലാകുന്ന മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ മെഷീൻ കോഡിനകത്തേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് കമ്പൈലേഷൻ എന്ന് പറയുന്ന പ്രോസസ്. അങ്ങനെ കമ്പൈൽ ചെയ്ത് മെഷീൻ കോഡ് ആക്കി വെച്ചിരിക്കുന്ന ഫയലിനെ ഞാൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാമിനെ എവിടെ കൊണ്ടുവന്നിട്ടാലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഞാൻ എന്റെ ഡി ഡ്രൈവിൽ ഞാൻ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചു. അതിനെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും, അതിന് എന്ത് ചെയ്യേണ്ടി വരും, ഏത് മെമ്മറിയിലോട്ട് കൊണ്ടുവന്നിട്ടാലേ എക്സിക്യൂഷൻ നടത്താൻ പറ്റുള്ളൂ നമുക്ക്? ഏതിലാ? എല്ലാരും ഇവിടെ പോയി, ഇവിടെ എങ്ങും ഇല്ലേ? ഹലോ ഹലോ, പറഞ്ഞു. പ്രോസസറിന്റെ മെമ്മറിയില്. പ്രോസസർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസർ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞോ, തെറ്റിയാലൊന്നും ഒരു പ്രശ്നമില്ല. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. കേട്ടില്ല സുജിൻ, ഒന്നുകൂടെ പറയാ, ക്ലിയർ ആയില്ല. അതായത് നമുക്ക് പ്രോസസർ എന്ന് പറയുന്നത് സി പി യുനെയാണ് നമ്മൾ പ്രോസസർ എന്ന് പറയാം. ഓക്കെ, സി പി യു ആണ് നമ്മുടെ പ്രോസസർ എന്ന് പറയുന്നത്. മെമ്മറി എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് ടൈപ്പിലുള്ള മെമ്മറീസ് ആണുള്ളത്. ഏതൊക്കെയാ? പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറി. ഓക്കെ, സെക്കൻഡറി മെമ്മറിയും പ്രൈമറി മെമ്മറി രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറീസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അതിനകത്ത് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നതിനെ നമ്മൾ റാം എന്ന് പറയാം. പ്രൈമറി മെമ്മറിയാണ് റാം എന്ന് പറയാം. സെക്കൻഡറി മെമ്മറിയാണ് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് അല്ല, ഹാർഡ് ഡിസ്ക് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന പ്രോഗ്രാംസ് നമ്മൾ എപ്പോഴും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിലാണ് ഇടുക. പക്ഷെ സി പി യു ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെ. ഈ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആള് സി പി യു ആണ്, പ്രോസസർ ആണ്. ഓക്കെ, പക്ഷെ സി പി യുവിന് ആ ഒരു പ്രോഗ്രാമിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ കിടന്നാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിനെ പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് ലോഡ് ചെയ്യണം. ഓക്കെ, പ്രൈമറിയിലോട്ട് കൊണ്ടുവന്ന് ഇട്ടാൽ മാത്രമേ പ്രോസസറിന് അവിടെ നിന്ന് എടുത്ത് അതിനെ എക്സിക്യൂഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിൽ ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമിനെ പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് ലോഡ് ചെയ്യുന്ന ആളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുണ്ട് അത്. ഓക്കെ, അപ്പൊ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് സി പി യു അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് ഇടണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാ, അവിടെ കുറെ സി പി യു രജിസ്റ്റേഴ്സിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അതായത് നമ്മള് സിയുടെ പ്രോഗ്രാം എഴുതുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക, മെയിൻ ഫംഗ്ഷൻ എഴുതി അതിനകത്ത് ഇന്റ് എ കോമ ബി കോമ എസ് എന്ന് എഴുതി, എന്നിട്ട് എന്താണ് പ്രിന്റ് ഓഫ് എന്റർ ഫസ്റ്റ് നമ്പർ, സ്കാൻ ഓഫ് പെർസെന്റേജ് ഡി ആംപർസാൻഡ് എ, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാം. ഈ കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനും എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ നിങ്ങളിപ്പോ നമ്മള് S4 അല്ലേ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പഠിച്ചു തുടങ്ങിയല്ലോ അല്ലെ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പഠിച്ചു തുടങ്ങിയല്ലോ. അവിടെ നമ്മൾ കുറച്ച് രജിസ്റ്റേഴ്സിന്റെ ഒക്കെ കാര്യം പറയും. പ്രോഗ്രാം കൗണ്ടർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡാറ്റ രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ കുറെ സി പി യു രജിസ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? ഈ പറയുന്ന എന്താ പറയാ, സി പി യു രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡേറ്റനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട, അതായത് ഞാനിപ്പോ സം ഓഫ് ടു നമ്പേഴ്സിന്റെ ഒരു പ്രോഗ്രാം എന്റെ ഡി ഡ്രൈവിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഗ്രാം ആണ്. അതിനെ എടുത്ത് ഞാൻ കമ്പൈൽ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രൈമറി മെമ്മറിയിൽ കൊണ്ടുവന്നിടണം. പ്രൈമറി മെമ്മറിയിൽ കൊണ്ടുവന്നിട്ടാൽ മാത്രമേ സി പി യുവിന് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ സി പി യു അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട കമ്പോണന്റ് ആണ് പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ്, ഒരു സി പി യു രജിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സി പി യുവിന്റെ രജിസ്റ്റർ ആണ് എന്ത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. പ്രോഗ്രാം കൗണ്ടറിനകത്തുള്ള വാല്യൂ
വാല്യൂ വെച്ചിട്ടാണ് ആ ലൊക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷനെയാണ് എടുത്ത് ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് ഇതൊരു രജിസ്റ്റർ ആണ്. ആ രജിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ്. ഓക്കെ, നമുക്കറിയാം ഈ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിലുള്ള പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രൈമറി മെമ്മറിയിൽ കൊണ്ടുവന്ന് ഇടുന്ന ലൊക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അറിയാൻ പറ്റില്ല. യൂസർ ആസ് എ യൂസർ നമുക്ക് അറിയാൻ പറ്റില്ല എന്തെന്ന് പറയുന്ന ആ ഫിസിക്കൽ അഡ്രസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പം പ്രോഗ്രാം കൗണ്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്യുന്നത്. പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉണ്ടാവും എന്ത്, അടുത്ത ഇപ്പൊ ഫസ്റ്റ് ഞാൻ പ്രിന്റ് എഫ് എന്ന് പറയുന്ന എന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്തതെങ്കിൽ ഇനി നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉണ്ടാവും. ആ പ്രോഗ്രാം കൗണ്ടറിലെ അഡ്രസ് എടുത്തിട്ട് ആ ലൊക്കേഷനിലെ ഇൻസ്ട്രക്ഷനെയാണ് ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രോഗ്രാമിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ എന്ത് വേണം, പ്രോഗ്രാം കൗണ്ടർ വേണം. ഓക്കെ, എന്താണ്, ഒരു പ്രോഗ്രാമിനകത്തുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസിനെയും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് പ്രോഗ്രാം കൗണ്ടറിന്റെ ഹെൽപ്പ് വേണം. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ്. ഇനി ഈ പ്രോഗ്രാം കൗണ്ടർ മാത്രം പോരാ, എനിക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ എന്ത് വേണം, അക്യുമുലേറ്റർ വേണം അല്ലേ. എനിക്ക് ആഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ CPU-നകത്ത് എന്താ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന കാര്യം പറഞ്ഞു. കൺട്രോൾ യൂണിറ്റ് പ്ലസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് കൂടി ചേരുന്നതാണ് പ്രോസസ്സസ് എന്നൊക്കെ നമ്മൾ ഏറ്റവും ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അവിടെ പറയുന്ന ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിനകത്ത് കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അക്യുമുലേറ്റർ, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്, സോഴ്സ് ഇൻഡെക്സ്, സ്റ്റാക്ക് പോയിന്റർ എന്നൊക്കെ പറഞ്ഞ കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രജിസ്റ്റേഴ്സിന്റെ എല്ലാം ഹെൽപ്പ് വേണം. എന്തിനാണ് വേണ്ടത്, ഒരു പ്രോഗ്രാമിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, എനിക്ക് പ്രോഗ്രാം കൗണ്ടർ വേണം. പിന്നെന്ത് വേണം, ആ CPU-നകത്ത് കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്, ആ രജിസ്റ്റേഴ്സ് എല്ലാം വേണം. ഓക്കെ, ഇനി ഇതൊന്നും കൂടാതെ എനിക്ക് വേറൊരു കാര്യം വേണം. എന്താണ്, സ്റ്റാക്ക് വേണം. സ്റ്റാക്ക് നമ്മള് ഡാറ്റാ സ്ട്രക്ചറിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സ്റ്റാക്കിന്റെ മെയിൻ പർപ്പസ് എന്താണ്, എപ്പോഴാണ് നമ്മളൊരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിനകത്ത് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്ന എപ്പോഴാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യാം, പെട്ടെന്ന് പറഞ്ഞേ എപ്പോഴാ, കേട്ടില്ല. യെസ്, റിക്കർഷൻ കറക്റ്റ്. നമ്മള് സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഡാറ്റാ സ്ട്രക്ചർ പഠിച്ച സമയത്ത് നമ്മൾ സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ നടത്താൻ പറ്റും, റിക്കർഷൻ ഉള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, അവിടെ ആ റിക്കർഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് റിക്കർഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഫംഗ്ഷനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത്, റിക്കർഷൻ. ഇനി റിക്കർഷനിൽ മാത്രമല്ല നമ്മൾ ഫംഗ്ഷനിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോ ഞാൻ എന്റെ മെയിൻ പ്രോഗ്രാമിന്റെ ഉള്ളില് ഞാനൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ്. ആ മെയിൻ പ്രോഗ്രാമിന്റെ ഉള്ളില് ഞാനൊരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുക, ഞാൻ 10ാമത്തെ ലൈനില് എന്റെ പ്രോഗ്രാമിന്റെ 10ാമത്തെ ലൈനിൽ നിന്ന് ഞാൻ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു കഴിഞ്ഞാൽ ആ 10ാമത്തെ ലൈനിന്റെ അഡ്രസ് ഇല്ലേ, അതായത് നമുക്ക് പ്രോഗ്രാം കൗണ്ടർ 10ാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ എന്തായിരിക്കും, ഇപ്പൊ 10ാമത്തെ ലൈനാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ എന്തായിരിക്കും, 11. യെസ്, 11ാമത്തെ ലൈനിന്റെ അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോ 10ാമത്തെ ലൈനിൽ ഞാൻ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ സ്റ്റാക്കിനകത്തേക്ക് അങ്ങ് ഇടും. ഓക്കെ, എന്താ ചെയ്യുക, പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ സ്റ്റാക്കിനകത്തേക്ക് ഇടും. ഓക്കെ, എന്നിട്ട് നമുക്കറിയാം ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് കൺട്രോൾ എങ്ങോട്ട് പോകും, ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മെയിൻ പ്രോഗ്രാമിന്റെ കൺട്രോൾ എങ്ങോട്ടാ പോവുക, ഫംഗ്ഷൻ എവിടെയാണോ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് പോകും അല്ലെ. അവിടെ പോയി ഫംഗ്ഷനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ വരും അല്ലെ. റിട്ടേൺ വരുമ്പോ എങ്ങോട്ട് വരും,
റിട്ടേൺ വരുമ്പം നമുക്ക് എങ്ങോട്ട് വരണം? ആ സ്റ്റാക്കിനകത്തേക്ക് എടുത്തിട്ട ലൊക്കേഷനിലേക്ക് വരണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? സ്റ്റാക്കിൽ നിന്നും പോപ്പ് ചെയ്യും. പോപ്പ് ചെയ്തിട്ട് ആ വാല്യൂ പ്രോഗ്രാം കൗണ്ടറിനകത്ത് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി റെസ്യൂം ചെയ്യുന്നത്. മെയിൻ പ്രോഗ്രാമിലോട്ട് തിരിച്ചു വരുമല്ലോ. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മെയിൻ പ്രോഗ്രാമിൽ നിന്നും കൺട്രോള് എവിടെയാണോ ഫംഗ്ഷൻ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ പോയി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരണമെങ്കിൽ എവിടെ നിന്നാണ് പോയെന്ന് അറിയണം അല്ലെ? ആ എവിടെ നിന്നാണ് പോകുന്നത് എന്നുള്ള അഡ്രസ് ആണ് എവിടെ നമ്മൾ ഇടുന്നത്? സ്റ്റാക്കിനകത്തേക്ക് ഇടുന്നത്. ഓക്കെ, ആ സ്റ്റാക്കിൽ നിന്നും എന്ത് ചെയ്യും? ആ വാല്യൂ എടുത്തിട്ടാണ് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും? സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻസിന്റെ പേര് സ്റ്റോർ ചെയ്യാനും അതിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ പാരാമീറ്റേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് പ്രോഗ്രാം കൗണ്ടർ വേണം, പ്രോസസ്സിന്റെ രജിസ്റ്റേഴ്സ് വേണം, പിന്നെ സ്റ്റാക്ക് വേണം. ഇനി ഒരു പോയിന്റും കൂടെ വേണമായിരുന്നു, അതിനകത്ത് കൊടുത്തിട്ടില്ല. ഹീപ്പ് എന്ന് പറയുന്നത് ഡേറ്റ സെക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അതായാലും മതി. ഓക്കെ, ഡേറ്റ സെക്ഷൻ അല്ലെങ്കിൽ ഹീപ്പ് വേണമെന്ന് പറയും. ഹീപ്പ് അതായത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡേറ്റ സ്ട്രക്ചറിനകത്തും സിക്കകത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പൊ ഡൈനാമിക് ആയിട്ട് മെമ്മറി ഒക്കെ അലോക്കേറ്റ് ചെയ്യുമ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഹീപ്പ് എന്ന് പറയുന്ന ഒരു മെമ്മറി കൂടി നമുക്ക് വേണം. ഓക്കെ, അപ്പം ഈ 4 കമ്പോണൻസ് പ്രോഗ്രാമിന്റെ കൂട്ടത്തില് അറിയില്ല, ഞാൻ ചോദിച്ചോ? പ്രോഗ്രാമിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പ്രോഗ്രാം കൗണ്ടർ വേണം, പ്രോസസ് രജിസ്റ്റേഴ്സ് വേണം, സ്റ്റാക്ക് വേണം, ഹീപ്പ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ എന്താക്കാൻ വേണ്ടി പറ്റുള്ളൂ? ഒരു പ്രോസസ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഈസ് കോൾഡ് എ പ്രോസസ്. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് ഞാൻ എന്തെന്ന് പറയാം? പ്രോസസ് എന്ന് പറയാം. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? പ്രോസസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആ പ്രോസസ്സിന് എനിക്ക് എന്തൊക്കെ വേണം? പ്രോഗ്രാം കൗണ്ടർ വേണം, രജിസ്റ്റേഴ്സ് വേണം, സ്റ്റാക്ക് വേണം, ഹീപ്പ് വേണം. ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തായിട്ട് മാറും? പ്രോസസ് ആയിട്ട് മാറും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പറയും പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു പാസീവ് എൻറ്റിറ്റിയും പ്രോസസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് എൻറ്റിറ്റിയും ആണെന്ന് പറയും. അല്ലേ? കാരണം എന്താ? പ്രോസസ് എന്ന് പറയുന്നത് ഓരോ സമയത്തും അതിന്റെ എന്താണ്? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രോഗ്രാം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് എന്താണ്? ആ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. അതുകൊണ്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു പാസീവ് എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ പറയുക. പ്രോസസ് എന്ന് പറയുന്നത് എന്താന്ന് പറയും? ഒരു ആക്റ്റീവ് എൻറ്റിറ്റി ആണെന്ന് പറയും. കാരണം അത് ഒരു സമയത്ത് അതിന്റെ പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ ആയിരിക്കില്ല പിന്നീട് നമ്മൾ നോക്കുമ്പോൾ. അതെന്താണ്? സ്റ്റേറ്റ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്താണ് പ്രോസസ്, എന്താണ് പ്രോഗ്രാം, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. ഓക്കെ, ഇവിടെ കൊടുഞ്ഞ ഹൗ എ പ്രോസസ് ഈസ് ക്രിയേറ്റഡ് കണ്ടോ? അതൊന്ന് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയേ. ലോഡ് പ്രോഗ്രാം കോഡ് ആൻഡ് സ്റ്റാറ്റിക് ഡേറ്റ ഫ്രം ഡിസ്ക് ടു മെമ്മറി. എന്ത് ചെയ്യണം? നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാം കോഡ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡേറ്റനെ എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്കിൽ നിന്നും മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? അലോക്കേറ്റ് സ്റ്റാക്ക് ഫംഗ്ഷൻ കോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാക്ക് അലോക്കേറ്റ് ചെയ്യണം. ഇനി ഡൈനാമിക് മെമ്മറി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹീപ്പിനെ അലോക്കേറ്റ് ചെയ്യണം. ദെൻ ഇനി എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? IO സെറ്റിംഗ്സ് എല്ലാം ഇനീഷ്യലൈസ് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? നമ്മുടെ മെയിൻ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് ഒരു പ്രോസസ് ആവുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എപ്പോഴും സാധാരണ ചോദിച്ച് കാണാറുള്ള പഴയ സിലബസ് ആണ്. പുതിയ സിലബസിൽ എങ്ങനെയാന്ന് നമുക്കറിയില്ല. എന്നിരുന്നാൽ തന്നെയും പഴയ സിലബസ് വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രോസസ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഒരു പ്രോസസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഈസ് ആൻ ആക്റ്റീവ് എൻറ്റിറ്റി അല്ലെ? പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്റ്റീവ് എൻറ്റിറ്റി ആണ്. അതായത് അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓരോ സമയത്തും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും.
ഓക്കെ, എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, മെയിൻലി ദർ ആർ 5 സ്റ്റേറ്റ്സ്. ഓക്കെ, ഒരു പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോസസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ 5 സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കാം എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഏതൊക്കെയാണ് 5 സ്റ്റേറ്റ്? ഫസ്റ്റ് സ്റ്റേറ്റിനെ ഞാൻ പറയാ ന്യൂ എന്നാണ് പറയാ, ന്യൂ. സെക്കൻഡ് സ്റ്റേറ്റിന് റെഡി, തേർഡ് വൺ ഈസ് റണ്ണിങ്, ഫോർത്ത് വൺ ഈസ് വെയിറ്റിംഗ് ആൻഡ് ഫിഫ്ത് വൺ ഈസ് ടെർമിനേറ്റഡ്. ഓക്കെ, ഇങ്ങനെ 5 സ്റ്റേറ്റ് ആണ് ഒരു പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരു പ്രോസസ്സ്, അതായത് ഞാൻ ഫസ്റ്റിലെ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യും, ആ പ്രോസസ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂ. ഓക്കെ, എന്താണ്? ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഇരിക്കുക. ഇനി അതായത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് കുറേ പ്രോസസ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് എല്ലാം, ഓക്കെ, അതായത് എപ്പോഴൊക്കെ പ്രോസസ്സസ് ക്രിയേറ്റ് ചെയ്യുന്നോ അപ്പോഴെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെല്ലാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ആ മെമ്മറി സ്റ്റോർ ചെയ്യുന്ന ആ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ മെമ്മറിക്ക് നമ്മൾ പറയുന്ന പേര് ജോബ് പൂള് എന്നാണ് പറയാ. ഓക്കെ, എന്തെന്നാണ് പറയാ? ജോബ് പൂള് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ജോബ് ക്യൂ എന്നൊക്കെ പറയാറുണ്ട്. ജോബ് പൂള് അല്ലെങ്കിൽ ജോബ് ക്യൂ. അതായത് ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഉള്ള പ്രോസസ്, ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ന്യൂ എന്ന് പറയാം. അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിനെയും എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? ജോബ് പൂളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും? ജോബ് പൂൾ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അതാണ് ഈ ഡയഗ്രത്തിലേക്ക് നോക്കിക്കോളാം. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ, അതായത് ആദ്യമേ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്. ഓക്കെ, ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള പ്രോസസ്സിനെ എല്ലാം ജോബ് പൂളിനകത്ത് കിടക്കുക. അതിന്റെ അകത്തുനിന്ന് പ്രോസസ്സിനെ എടുക്കും. ഓക്കെ, അതായത് ആ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു 200 പ്രോസസ് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തില്. നമ്മുടെ സിസ്റ്റത്തിനകത്ത് എന്തുണ്ട്? 200 പ്രോസസ് ഉണ്ട്. അതിന്റെ അകത്ത് ഒരു 15 പ്രോസസ്സ്, ആ 200 പ്രോസസ്സില് ഒരു 15 പ്രോസസ് എന്ന് പറയുന്നത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡിയാണ്. ഓക്കെ, എന്താണ്? എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന ഒരു 15 പ്രോസസ് ഉണ്ട് ആ 200 എണ്ണത്തില്. ഓക്കെ, അങ്ങനെ റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ എല്ലാം കൂടെ എടുത്ത് നമ്മൾ റെഡി ക്യൂവിനകത്തേക്ക് കൊണ്ടുവന്നിടും. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? റെഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക്. ഓക്കെ, എന്താണ്? ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഈ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ എല്ലാം ഞാൻ എവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും? ജോബ് പൂളിൽ കൊണ്ടുവന്നിടും. ഓക്കെ, ഇനി ഈ ജോബ് പൂളിൽ ഒരു 200 പ്രോസസ് ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് എല്ലാം എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കത്തില്ല. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് എല്ലാം ജോബ് പൂളിലുണ്ടാവും. അതിന്റെ അകത്ത് നിന്ന് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ മാത്രം എന്ത് ചെയ്യും? റെഡി ക്യൂ എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിടും. എവിടെ കൊണ്ടുവന്നിടും? റെഡി ക്യൂ. ഓക്കെ, റെഡി ക്യൂ എന്ന് പറയുന്ന മെമ്മറിയിൽ കൊണ്ടുവന്നിടും. അപ്പോൾ ആ പ്രോസസ്സിന്റെ എല്ലാം സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും? സ്റ്റേറ്റ് എന്തായിരിക്കും? റെഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് 200 പ്രോസസ്സ് ജോബ് പൂളിലുണ്ട്. അതിന്റെ അകത്തുനിന്ന് 15 എണ്ണമാണ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നത്. ആ 15 എണ്ണത്തിന് എവിടെ കൊണ്ടുവന്നിട്ടു? റെഡി ക്യൂല് കൊണ്ടുവന്നിട്ടു. ഓക്കെ, അപ്പൊ ഈ 15 എണ്ണം എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡിയാണ്. പക്ഷെ ഈ 15 എണ്ണത്തിനെ കൂടെ നമുക്ക് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിനെയാണ് ആര് സെലക്ട് ചെയ്യുക? CPU സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുന്ന കമ്പോണന്റിനെയാണ് നമ്മൾ എന്തെന്ന് നേരത്തെ പറഞ്ഞത്? നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, CPU-നെ എല്ലാ പ്രോസസ്സിനെയും കൂടെ ഒരുമിച്ച് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ റെഡി ആയിരിക്കുന്ന ഒരു 15 പ്രോസസ് റെഡി ക്യൂലുണ്ട്. ഓക്കെ, അതിന്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു പ്രോസസ്സിനാണ് CPU എന്ത് ചെയ്യുക? എക്സിക്യൂഷൻ ചെയ്യുക. അപ്പൊ ആ ഡിസിഷൻ എടുക്കുന്ന ആളുടെ പേരാണ് ഷെഡ്യൂളർ. ആ ഡിസിഷൻ എടുക്കുന്ന ആളാണ് ഷെഡ്യൂളർ. അതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നുണ്ടോ? അതിവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നേ? അവിടെ എന്തെന്നാ എഴുതി വെച്ചിരിക്കുന്നേ? ഷെഡ്യൂളർ ഡിസ്പാച്ച്. ഓക്കെ, അതായത് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡിയാണ്. ഓക്കെ, അങ്ങനെ റെഡി ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ഷെഡ്യൂളർ എടുത്ത് എന്ത് ചെയ്യും? എക്സിക്യൂഷൻ തുടങ്ങും. അത് അപ്പൊ എന്താണ്? ആ പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്തായിട്ട് മാറി? റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറി. ഓക്കെ ആണോ? ആ 3 സ്റ്റേറ്റ് മനസ്സിലായോ? ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ് എല്ലാം ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കും. അതിനെല്ലാം ജോബ് പൂളിൽ കൊണ്ടുവന്നിടും. ഓക്കെ, എന്നിട്ട് ഈ ജോബ് പൂളിൽ നിന്നും എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ എടുത്ത് റെഡി ക്യൂവിനകത്ത് കൊണ്ടുവന്നിടും. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സിന്റെ സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? റെഡി.
ഇനി റെഡി ആയിരിക്കുന്ന എല്ലാത്തിനും CPU എക്സിക്യൂഷൻ നടത്താൻ വേണ്ടി പറ്റില്ല. ഷെഡ്യൂളർ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം സെലക്ട് ചെയ്യും. ആ ഷെഡ്യൂളർ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിന്റെ സ്റ്റാറ്റസ് എന്തായിട്ട് മാറും? റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകും. അത്ര ഓക്കെ ആണോ? അത്ര മനസ്സിലായോ? അത്ര മനസ്സിലായോ? ആ ഓക്കെ. ഇനി ഇപ്പൊ നമ്മുടെ പ്രോസസ്സ് ഞാൻ ആ 15 റെഡി ക്യൂല് കിടന്നിട്ടുണ്ടായിരുന്നില്ലേ? 15 റെഡി ക്യൂല് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്താണ് CPU എടുത്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ഒരെണ്ണം CPU ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് 2 പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഈ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു IO ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാം. ഓക്കെ, IO ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ ഇൻപുട്ട് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യാനോ. ഓക്കെ, ഇൻപുട്ട് ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഓപ്പറേഷനോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഈ IO ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സിപിയുവിന്റെ ആവശ്യമില്ല നമുക്കവിടെ. ഓക്കെ, IO ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് CPU ആക്ച്വലി ഐഡിയൽ ആയിട്ടാണ് അവിടെ ഇരിക്കുക, ചുമ്മാ ഇരിക്കുക ചെയ്യുക CPU-ന്. അപ്പം ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു IO ഓപ്പറേഷൻ വന്നാൽ ആ പ്രോസസ്സിന്റെ സ്റ്റേറ്റ് എന്തിൽ നിന്നും എന്തിലേക്ക് മാറും? ഡയഗ്രത്തിനകത്ത് നോക്കിക്കേ, IO അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അവിടെ നിന്ന് 2 ആരോ മാർക്ക് പോകുന്നുണ്ട് ഇല്ലേ? റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് 3 ആരോ മാർക്ക് പോകുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്, ഒന്ന് റെഡി സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്, ഒന്ന് ടെർമിനേറ്റഡിനകത്തേക്ക് പോകുന്നുണ്ട്. ആ 3 പോസിബിലിറ്റി എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. റണ്ണിങ്ങിൽ നിന്നും വെയിറ്റിംഗിലോട്ട് വരുന്ന എപ്പോഴാണ്? ഒരു IO ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ പ്രോസസ്സിനെ അവിടെ വെയിറ്റ് ചെയ്യണം. IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ്. അപ്പൊ ആ പ്രോസസ്സ് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് വന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്തിട്ട് IO കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും എന്ത് ചെയ്യും? റെഡി സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ, ഇനി ആ പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് IO ഓപ്പറേഷൻ അല്ല, ഒരു ഇന്ററപ്റ്റ് ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? ഇന്ററപ്റ്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ റെഡി ക്യൂവിൽ നിന്ന് ഒരു പ്രോസസ്സിനെ എടുത്ത് എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണല്ലോ എന്തോ സംഭവിച്ചത്? ഇന്ററപ്റ്റ് വന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇന്ററപ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണോ അത് ചെയ്യണം. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്ന എവിടെ ഉണ്ടായിരിക്കണം? റെഡി ക്യൂവിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ ഇന്ററപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിനകത്തേക്ക് കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഡൗട്ട് വരരുത്. അതായത് ചിലർക്കൊക്കെ ഡൗട്ട് വരാറുണ്ട്, ആരും ചോദിച്ചിട്ടില്ല, എന്നാലും പറഞ്ഞതാണ്. റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇന്ററപ്റ്റ് വന്നപ്പോൾ റെഡി സ്റ്റേറ്റിലേക്കും IO വന്നപ്പോൾ എന്തുകൊണ്ടാണ് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്കും പോയത്? അതായത് ഇന്ററപ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സാണ്. ഓക്കെ, ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വേറൊരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സ് എവിടെ ഉണ്ടാവണം? റെഡി ക്യൂവിൽ ഉണ്ടാവണം. അപ്പൊ അത് റെഡി സ്റ്റേറ്റിലല്ലേ ഇരിക്കുക. അതുകൊണ്ടാണ് അത് അങ്ങോട്ട് കാണിച്ചത്. IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രോസസ്സിന്റെ ഉള്ളിൽ വരുന്ന ഓപ്പറേഷൻ ആണ് IO ഓപ്പറേഷൻ. ഓക്കെ, ഇപ്പോഴത്തെ പ്രോസസ്സ് തന്നെ അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? IO ഓപ്പറേഷൻ. അപ്പൊ നമ്മുടെ കറന്റ്ലി ഉള്ള പ്രോസസ്സിനെ ഏത് സ്റ്റേറ്റിനകത്തേക്ക് കൊണ്ടുപോകണം? വെയിറ്റിംഗ് സ്റ്റേറ്റിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് IO പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അത് ഏതിനകത്തേക്ക് തിരിച്ചു വരും? റെഡി സ്റ്റേറ്റിനകത്തേക്ക് വന്ന് പിന്നെയും റണ്ണിങ് സ്റ്റേറ്റിനകത്തേക്ക് വരും. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ പ്രോസസ്സ് എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഏത് സ്റ്റേറ്റിനകത്തേക്ക് പോകും? ടെർമിനേറ്റഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്തേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം 5 സ്റ്റേറ്റ്സ് ആണുള്ളത്: ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ് ആൻഡ് ടെർമിനേറ്റഡ്. ഇനി ഈ 5 സ്റ്റേറ്റ് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, എപ്പോഴൊക്കെയാണ് ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലോട്ട് മാറുന്നത് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് റെഡി സ്റ്റേറ്റിൽ നിന്നും റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകുന്ന എപ്പോഴാണ്? ഷെഡ്യൂളർ സെലക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഷെഡ്യൂളർ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ എന്താണ് സെലക്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്ന റെഡിയിൽ നിന്നും റണ്ണിങ്ങിലോട്ട് പോവുക. ഇനി റണ്ണിങ്ങിൽ നിന്ന് എപ്പോഴാണ് റെഡി സ്റ്റേറ്റിനകത്തേക്ക് പോകുന്നത്? ഒരു ഇന്ററപ്റ്റ് വരുമ്പോൾ. ഓക്കെ, ഇനി റണ്ണിങ്ങിൽ നിന്ന് എപ്പോഴാണ് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോവുക? ഒരു IO ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി റണ്ണിങ്ങിൽ നിന്ന് എപ്പോഴാണ് ടെർമിനേറ്റഡിനകത്തേക്ക് പോവുക? ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താല്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 5 സ്റ്റേറ്റ് ആണ് ഒരു പ്രോസസ്സിനെ സംബന്ധിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഇനി എ പ്രോസസ് ക്യാൻ ബി വൺ ഓഫ് ദീസ് സ്റ്റേറ്റ്സ്. അതായത് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിലാവാം, ഇല്ലെങ്കിൽ റെഡി സ്റ്റേറ്റിലാവാം. നമ്മൾ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് സ്റ്റേറ്റ് ആണ് കേട്ടോ.
ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഞാൻ ഇവിടെ ഒരു അഡീഷണൽ സ്റ്റേറ്റ്സ് കൂടി പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾക്ക് പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് നമ്മള് ചുമ്മാ ഗൂഗിളിൽ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്യണം എല്ലാവരും ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ. ഓക്കെ, എന്താണ് പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രാം ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു ഫിഗർ മാത്രമൊന്നുമല്ല. ഓക്കെ, വേറെയും കുറേ ഫിഗേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് ബ്ലോക്കിംഗ് സ്റ്റേറ്റ്, നോൺ ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്, അൺബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റേറ്റുകളുള്ള വേറെയും ഡയഗ്രാംസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 5 സ്റ്റേറ്റ് മാത്രമല്ല ഉള്ളത്. പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 സ്റ്റേറ്റ് മാത്രമല്ല ഉള്ളത്, വേറെയും സബോർഡിനേറ്റ് ആയിട്ട് കുറേ സ്റ്റേറ്റുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ പറയാം മെയിൻ ആയിട്ട് ഇത്രയും സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, നോർമൽ രീതിയിൽ അതായത് സിലബസിനകത്തൊക്കെ നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മൾ പഠിക്കുന്നത്. നോർമൽ അതായത് 5 സ്റ്റേറ്റ് ആണ് മെയിൻ ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് കുറെ സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ചുമ്മാ 2 പേര് ഞാൻ ഇവിടെ കൊടുത്തു വെച്ചതാണ്. ന്യൂ അല്ലെങ്കിൽ എംബ്രിയോ. ഓക്കെ, നമ്മൾ ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിന് തന്നെ എംബ്രിയോ എന്ന് പറയും. അതായത് ന്യൂ എന്ന് പറയുന്ന ആക്ച്വലി ഒരു സ്റ്റേറ്റ് ആണല്ലോ. ഓക്കെ, എംബ്രിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള പ്രോസസ്സിനാണ് നമ്മൾ എംബ്രിയോ എന്ന് പറയാം കേട്ടോ. അതായത് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോസസ്സിന്റെ സ്റ്റേറ്റ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എംബ്രിയോ എന്ന് പറയുന്ന പേരിലും പറയാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു വാക്കാണ് സോംബി. സോംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അത് ചിലപ്പം വേറൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സപ്പോസ് എക്സാമ്പിൾ ആയിട്ട് പറയാം, P1 എന്ന് പറയുന്ന പ്രോസസ്സ് എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അത് ചിലപ്പം വേറൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ചൈൽഡ് പ്രോസസ്സിനെ. അപ്പൊ P1 എന്ന് പറയുന്ന പ്രോസസ്സിനെ ഞാൻ പേരന്റ് പ്രോസസ്സ് എന്ന് പറയും. അതൊരു ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്യും. ഈ ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പേരന്റും ചൈൽഡും കൂടെ ഒരുമിച്ചാണ് എക്സിക്യൂഷൻ നടത്തുക. ഓക്കെ, ഒരുമിച്ച് എക്സിക്യൂഷൻ നടത്തിയിട്ട് പേരന്റിന് ആദ്യമേ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പേരന്റ് കംപ്ലീറ്റ് ചെയ്താലും പേരന്റിന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പേരന്റ് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ പേരന്റ് ക്രിയേറ്റ് ചെയ്ത ചൈൽഡ് ആദ്യമേ ടെർമിനേറ്റ് ചെയ്യണം. ഓക്കെ, ചൈൽഡ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പേരന്റിന് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോ ഈ സോംബി പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റ് എന്താണ് ചൈൽഡിന്റെ ടെർമിനേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് സിറ്റുവേഷന് പറയുന്ന പേരാണ് സോംബി. ഓക്കെ, എക്സിക്യൂഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ എന്താണ് ചൈൽഡിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലെന്നുള്ള സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ല. ഓക്കെ, ആ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പേരന്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സോംബി എന്ന് പറയാം കേട്ടോ. മനസ്സിലായോ സോംബി എന്താന്ന് മനസ്സിലായോ? പിടിയോ? ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് കൂടെ പറയട്ടെ, ഒന്നോട് പറയാനുള്ള സമയമുണ്ടല്ലോ അല്ലെ. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്, ഇതും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നമ്മുടെ പ്രീവിയസ് സിലബസിനെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മൾ ഡേറ്റ സ്ട്രക്ചർ പഠിച്ചതാണ്. എന്താണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ച്മെന്റ് ഓഫ് സ്റ്റോറിംഗ് ഡേറ്റ. ഓക്കെ, വേ ഓഫ് അറേഞ്ചിങ് അല്ലെങ്കിൽ ഓർഗനൈസിങ് ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രോസസ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പ്രോസസ്സിന്റെ ഇൻഫോർമേഷൻസ് ഡേറ്റ അതിന്റെ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് ആ പ്രോസസ്സ് എക്സിക്യൂഷൻ നടത്തി അത് ടെർമിനേറ്റ് ചെയ്യുന്നത് വരെയുള്ള ഇൻഫോർമേഷൻ ഉണ്ടാവുമല്ലോ, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചറിന്റെ പേരാണ് എന്ത്, പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് അല്ലെങ്കിൽ ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്. ഓക്കെ, ഒരു പ്രോസസ്സിന്റെ എല്ലാ ഇൻഫോർമേഷനും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റയും, ഓക്കെ, ഒരു പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറി ലൊക്കേഷൻ ആണ് ആക്ച്വലി ഇത്. നമുക്കറിയാം മെമ്മറിയിലാണല്ലോ ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. ആ ഡേറ്റ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് എന്ത്, പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്, PCB അല്ലെങ്കിൽ TCB എന്നും പറയാറുണ്ട്. അതായത് ചില സമയത്ത് നമ്മൾ പ്രോസസ്സിനെയും ടാസ്കും ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സെയിം മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പ്രോസസ്സും ടാസ്കും. അപ്പോ ഒരു പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോസസ്സിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ആണ്, പ്രോസസ്സിന്റെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ, ഇനി ഒരു PCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഡേറ്റ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെ ഡേറ്റാസ് ഉണ്ടാവും, അതായത് പ്രോസസ് സ്റ്റേറ്റ്. ഇപ്പൊ ഓരോ പ്രോസസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് 200 പ്രോസസ് ഉണ്ടെങ്കിൽ മെമ്മറിയിൽ എത്ര PCB ഉണ്ടാവും, 200 PCB ഉണ്ടാവും. ഓക്കെ,
ഓരോ പ്രോസസ്സിനും എന്തുണ്ടാവും? ഓരോ PCB ഉണ്ടാവും. ഓരോ പ്രോസസ്സിന്റെ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ PCB ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ P0 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ PCB 0 ഉണ്ടാവും. ഓക്കെ, P1 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ PCB 1 ഉണ്ടാവും. P2 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ PCB 2 ഉണ്ടാവും. അങ്ങനെ എത്ര പ്രോസസ് ഉണ്ടോ അത്രയും PCBs ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പൊ ഓരോ PCBയിലും എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? ആ പ്രോസസ്സിന്റെ ഇൻഫർമേഷൻസ്. അതായത് ഇപ്പോ ഒരു PCB എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? പ്രോസസ് സ്റ്റേറ്റ്, അതായത് ആ പ്രോസസ് ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണുള്ളത്? ന്യൂ സ്റ്റേറ്റിലാണോ, റെഡി സ്റ്റേറ്റിലാണോ, റണ്ണിങ്ങിലാണോ, വെയിറ്റിംഗിലാണോ, ടെർമിനേറ്റിലാണോ, ഏത് സ്റ്റേറ്റിലാണ് ആ പ്രോസസ് ഇപ്പോൾ നിലനിൽക്കുന്നത്? ഓക്കെ, ദെൻ പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ്. ആ പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ ഉണ്ടാവും. ദെൻ നമ്മൾ പറഞ്ഞല്ലോ പ്രോസസ്സിന് ആവശ്യമായിട്ട് കുറെ CPU രജിസ്റ്റേഴ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? ആ രജിസ്റ്റേഴ്സിന്റെ ഇൻഫർമേഷൻ എല്ലാം എവിടെ ഉണ്ടാവും? PCBയിൽ ഉണ്ടാവും. ഇനി അത് കൂടാതെ എന്താണ്? പ്രോഗ്രാം കൗണ്ടർ കൂടാതെ നമുക്ക് എന്താണ് ഇന്ററപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളും ഉണ്ടാവണം. പിന്നെ ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻ, ഏത് പ്രോസസ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. മെമ്മറി മാനേജ്മെന്റ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ആ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തത് ആരാണ്, എത്ര നേരത്തേക്കാണ് അത് വാലിഡ് ആവുക, അതിന്റെ നമ്പേഴ്സ് എന്തൊക്കെയാണ്, റിയൽ ടൈം വാല്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ദെൻ നമ്മൾ ഏതൊക്കെ ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, ഏതൊക്കെ ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഫയൽ പ്രോസസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസും എല്ലാം എവിടെ ഉണ്ടാവും? PCBയിൽ ഉണ്ടാകും. പിടികിട്ടിയോ? പ്രോസസ്സിന്റെ സ്റ്റേറ്റ് ഉണ്ടാവും, പ്രോസസ്സിന്റെ ഐഡിയ ഉണ്ടാവും, പ്രോസസ്സിന്റെ പ്രയോറിറ്റി ഉണ്ടാവും, പ്രോസസ്സിന്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉണ്ടാവും, പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ ഉണ്ടാവും, CPU രജിസ്റ്റേഴ്സിലെ വാല്യൂ ഉണ്ടാവും, ഇതിനൊരു പോയിന്റർ ഉണ്ടാവും. നമ്മൾ പറഞ്ഞ ഡേറ്റ സ്ട്രക്ചർ പോയിന്റർ ഉണ്ടാവും ഇതിനകത്തല്ലോ. അതായത് ഓരോ PCBനെ പോയിന്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പോയിന്റ് ചെയ്യുന്നതല്ലേ? അപ്പൊ ആ പ്രോസസ്സിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റർ ഉണ്ടാവും. ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് ഉണ്ടാവും, IO സ്റ്റാറ്റസ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഇതെല്ലാം ഏതിനകത്ത് ഉണ്ടാവും? നമ്മുടെ PCBയിൽ ഉണ്ടാവും. ഓരോ പ്രോസസ്സിനും എന്തുണ്ടാവും? ഓരോ PCB ഉണ്ടാവും. അത്ര മനസ്സിലായോ? പ്രോസസ് സ്റ്റേറ്റും PCB ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.